തളർന്നുപോയ ചില മനുഷ്യരെയൊക്കെ വീണ്ടെടുക്കാനായി, മോട്ടിവേറ്റ് ചെയ്യാനായി അവരെ വിവിധ തരത്തിലുള്ള അപ്രോച്ചുകളും തിയറികളൊക്കെ ഉണ്ട്. ചിലരെയൊക്കെ ഭയപ്പെടുത്തി, ചിലരെയൊക്കെ അവരുടെ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെ ഒന്ന് ചികഞ്ഞെടുത്ത്, ചിലരെയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാക്കുകളിലൂടെയൊക്കെ വീണ്ടെടുക്കാനായി അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈശോ യഥാർത്ഥത്തിൽ തൻ്റെ കേൾവിക്കാരെ മോട്ടിവേറ്റ് ചെയ്തത് ചില പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങളിലൂടെയാണെന്ന് പറയാം. ഇന്ന് കേൾക്കുന്ന വചനത്തിൽ അതാണ് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. ഓർക്കണം, ആ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാ? കേട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ മരപ്പണിക്കാർ, സാധാരണ മീൻപിടുത്തക്കാർ, സാധാരണ വീട്ടമ്മമാർ, കുറച്ച് ചുങ്കം പിരിക്കുന്നവർ, ഒരു ചെറിയ ഗ്രാമം. ഇവിടെയുള്ള ആ ചെറിയ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ഈശോ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. അപ്പോൾ ഈശോ ആ വാക്കുകൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഒരു പുതിയ കാഴ്ചപ്പാട് അവർക്ക് നൽകുകയാണ്. അവരത് ഏറ്റെടുത്തു, ആ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നുള്ളത്. ആദ്യം കേൾക്കുമ്പോൾ ഭ്രാന്തമായ ഒരു ആശയമാണെന്ന് തോന്നും. ഈ സാധാരണക്കാർ, ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാനാണ്? പക്ഷെ അതവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അത് ഞാനും നിങ്ങളും ഇപ്പോൾ അവരേറ്റെടുത്ത ആ ചെറിയ പ്രകാശത്തിൻ്റെ സ്ഫുരണങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ എന്നുള്ളതാണ്. അപ്പോൾ ഈശോ പറയുന്ന, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആ വാക്കിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? യഥാർത്ഥത്തിൽ പ്രകാശം, ഉപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയല്ല, അതിനൊരു മഹത്വം കിട്ടുന്നതിനല്ല. അത് മറ്റെന്തിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ലൈറ്റ് ഹൗസ് ഇങ്ങനെ തീരത്ത് പ്രകാശിക്കുന്നത് എന്താ? വഴിതെറ്റിപ്പോയ കപ്പലുകൾ, അല്ലെങ്കിൽ കപ്പലുകൾ വലിയ പാറക്കെട്ടിൽ ഇടിച്ചു കയറാതെ അതിന് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ബൾബ് ഇവിടെ പ്രകാശിക്കുന്നത് എന്തിനാണ്? ഇവിടെയുള്ള ഇരുട്ടിനെ മാറ്റാനാണ്. അപ്പോൾ ഇതെല്ലാം പ്രകാശിക്കുന്നത് മറ്റെന്തിനെയൊക്കെ വേണ്ടിയാണ്, അതിനു വേണ്ടി തന്നെയല്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് നമ്മളോട് പറയാനുള്ളത്, നിനക്ക് ഈ ഭൂമികയിൽ എന്തൊക്കെയോ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാനുണ്ട്. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനായി ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന വാക്കിൻ്റെ ആദ്യത്തെ അർത്ഥതലമായി ഞാൻ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വായിച്ച മനോഹരമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതകഥയുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൽ ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ ചില ആക്സിഡൻറ്റിൽ, അപ്പൻ്റെ ടൂൾസ് എടുത്ത് കളിക്കുന്നതിനിടയിൽ ആക്സിഡൻറ്റിൽ അവൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 19-ാം നൂറ്റാണ്ടിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുടെ, കുട്ടികളുടെ ജീവിതം നരകതുല്യമാണ്. ആ കാലഘട്ടത്തിൽ അത്രയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ്റെ ആ പള്ളിയിലെ വികാരി ജാക്കോസ് പൗലോ എന്ന അച്ഛൻ ഇവനെ ശ്രദ്ധിക്കുന്നത്. ഇവൻ മിടുക്കനാണ്, സാമർഥ്യമുള്ള, ബുദ്ധിശക്തിയുള്ള, തീക്ഷ്ണാശക്തിയുള്ള ഒരു ചെറിയ പയ്യനാണ്. അച്ഛൻ ഇത് ശ്രദ്ധിക്കുകയും അവനിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. അവനെ ആ നാട്ടിലുള്ള ഏറ്റവും വലിയ ബ്ലൈൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സ്കോളർഷിപ്പിന് അച്ഛൻ അവനെ സഹായിക്കുന്നുണ്ട്. അവൻ അവിടെ പ്രവേശിച്ചു. അവിടെ പ്രവേശിച്ച് ആദ്യമൊക്കെ സന്തോഷമാണെങ്കിലും പിന്നീട് അവന് കൂടുതൽ സങ്കടങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം എന്താണെന്നോ, അവിടുത്തെ ലൈബ്രറിയിൽ അവിടെ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ഉപയോഗിച്ചൊന്നും അവന് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളില്ല. അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി കൺഫ്യൂസ്ഡാണ് ആ ലാംഗ്വേജ്. അവനപ്പോൾ ശ്രമിക്കുകയാണ്, കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്താലോ എന്ന് ശ്രമിക്കുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ അവൻ ആരംഭിച്ചു അത്. 15-ാമത്തെ വയസ്സിൽ അവൻ പുതിയതായിട്ടുള്ള അന്തർക്ക് വായിക്കുന്നതിനുള്ള ഒരു പുതിയ ലിപി അവൻ കണ്ടെത്തുകയുണ്ടായി. അല്ലെങ്കിൽ അതിന് അവൻ ശ്രമിച്ചു, അതിനകത്ത് വിജയിച്ചു. പക്ഷേ ലോകം അത് അംഗീകരിക്കുന്ന ലിപിയായിട്ട് അതെടുത്തില്ല. പലരും അവനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ഈ കൊച്ചുകുട്ടിയുടെ ഈ ഒരു ഭ്രാന്തമായ ആശയം, ഇതൊന്നും അത്ര നല്ലതല്ല, ഇതത്ര ബെറ്റർ അല്ല. പക്ഷെ അവൻ അവനോടും മറ്റുള്ളവരോടായിട്ട് എപ്പോഴും പറഞ്ഞിരുന്നു, ഇതൊരു ബെറ്ററായിട്ടുള്ള ഒരു ലിപിയാണ്, ആൽഫബറ്റ്സ് ആണ്, ഇതെല്ലാവർക്കും ഈസി ആയിട്ട് കാര്യങ്ങൾ വായിച്ചെടുക്കാം, പ്രത്യേകിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക്, അതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ലോകം അവനെ ഇങ്ങനെ മാറ്റി നിർത്തി. അവൻ്റെ ആ ലിപിയെ ഒരു തടസ്സമായിട്ട് തന്നെ കരുതി. വർഷങ്ങൾ കഴിഞ്ഞു. അവൻ അവിടെ തന്നെ ഒരു മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷെ അവൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല. ട്യൂബർക്കുലോസിസ് പിടിച്ച് അവൻ ആ മരണത്തോട് അടുക്കുമ്പോൾ അവൻ്റെ ലിപി കുറച്ചു ആളുകളൊക്കെ
ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മരണശേഷം ഈ ലിപി ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ബ്ലൈൻഡുള്ള ആൾക്കാർക്ക് വായിക്കുന്ന ലിപിയായി മാറി. ആ ലിപിയാണ് ബ്രെയിൽസ് ആൽഫബറ്റ്. ലൂയിസ് ബ്രെയിലിനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അവൻ തൻ്റെ ജീവിതത്തിൽ ലോകത്തോട് ചെയ്ത ഒരു ഉത്തരവാദിത്തമുണ്ട്. കുറേ കൂടി ഫിസിക്കലി ബ്ലൈൻഡായി പോയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു പ്രകാശം നൽകുകയാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിനക്ക് ലോകത്തിന് ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ലോകത്തോട് ചെയ്യാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട്, ലോകത്തോട് നിനക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ലോകം ആഗ്രഹിക്കുന്ന, ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, ലോകത്തിൽ ലഭിക്കാത്ത എന്തെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ടുണ്ടാകണം. ലോകം അതിയായി ആഗ്രഹിക്കുന്ന, എന്നാൽ ലോകത്തിന് കിട്ടാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് നിനക്ക് നൽകാനുണ്ടാകണം. മദർ തെരേസ തൻ്റെ കാലഘട്ടത്തിൽ വിവിധ കോൺഗ്രിഗേഷനിലുള്ളവർക്ക് വേണ്ടി ഒരു ടോക്ക് നൽകുകയുണ്ടായി. ടോക്കിനൊടുവിൽ അവരെല്ലാവരും കൂടിച്ചേർന്ന് ഒരു Q&A പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു കന്യാസ്ത്രീ ചോദിക്കുകയാണ്, മദർ, നിങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒത്തിരി പേര് ചേർന്നിട്ടുണ്ട്, തൗസൻഡ്സ് ഓഫ് ആൾക്കാരാണ് നിങ്ങളുടെ ഈ കോൺഗ്രിഗേഷനിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇവരെ പിടിച്ചു നിർത്താനായിട്ട് ചെയ്യുന്ന കാര്യം? മദർ അവർക്ക് നൽകുന്ന ഉത്തരം സിമ്പിളാണ്. ഞാൻ യേശുവിനെ നൽകുന്നു. ഐ ഗിവ് ദം ജീസസ്. അപ്പോൾ അവരൊന്നുകൂടി പറയുകയാണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാമോ? ഞാൻ ചോദിച്ചത് എനിക്കറിയാം, നിങ്ങൾ യേശുവിനെ നൽകുന്നുണ്ട്, എന്നാലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഈ വ്യത്യസ്തമായ ഹാബിറ്റ്, നിങ്ങളുടെ വ്യത്യസ്തമായ ഈ രീതികൾ, അതിൽ നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ പിടിച്ചു നിർത്തുന്നത്? അപ്പോഴും മദർ അവരോട് സെയിം ഉത്തരമാണ് പറഞ്ഞത്, ഞാൻ യേശുവിനെ നൽകുന്നു. വീണ്ടും അവർ പറയുകയാണ്, മദർ, കുറച്ചുകൂടി വിശദമാക്കി ഒന്ന് തരാമോ? എനിക്ക് മനസ്സിലായി, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഇതിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അപ്പോഴും മദർ പറയുകയാണ്, ഞാൻ യേശുവിനെ നൽകുന്നു. ഐ ഗിവ് ദം ജീസസ്. യഥാർത്ഥത്തിൽ ലോകം ആഗ്രഹിക്കുന്ന, എന്നാൽ ലോകത്തിന് കിട്ടേണ്ടതുമായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ജീസസിനെ നൽകുക എന്നുള്ളതാണ്. നമ്മൾ ജീസസിനെ നൽകാനായിട്ടുള്ളവരാണ്, കർത്താവിനെ നൽകാനായിട്ടുള്ളവരാണ്. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്റ്റേഴ്സാണ്. നമ്മളൊരിക്കലും ലൈറ്റിൻ്റെ സോഴ്സ് അല്ല. ആ ലൈറ്റ് എന്ന് പറയുന്നത് ജീസസാണ്. ആ പ്രകാശത്തിൻ്റെ റിഫ്ലക്റ്റേഴ്സാണ്. നമ്മുടെ ജീവിതം അങ്ങനെ പ്രകാശിപ്പിക്കുകയാണെങ്കിൽ, ഈ വെളിച്ചത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് തെളിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതം കുറേ കൂടി മറ്റുള്ളവർക്ക് ആ പ്രകാശം കണ്ടെത്തുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു ടീച്ചർ അവരുടെ കുട്ടികളൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു സ്ലമ്മിൽ പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇത് പഠിക്കാനായി എത്തുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ സാധാരണ കുട്ടികൾ വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്? ഡോക്ടേഴ്സ് ആവുന്നു, ലോയേഴ്സ് ആവുന്നു, അവർ ചിലരൊക്കെ വളരെ സക്സസ്ഫുൾ ആയുള്ള ബിസിനസ്മാൻ ആകുന്നു. ഇവരെങ്ങനെ ഇത് സാധിച്ചെടുക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട്, ആ ടീച്ചറാണ് ഞങ്ങളെയൊക്കെ ഈ നിലയിലെത്തിച്ചത്. അപ്പോൾ ടീച്ചറിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇവർക്ക് ഈ ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള മന്ത്രം നിങ്ങൾ നൽകിയത്? എന്താണ് നിങ്ങൾ നൽകിയത്? അപ്പോഴവർ പറയുന്നത്, ഞാൻ അവരെ സ്നേഹിച്ചു, എൻ്റെ സ്നേഹമാണ് അവരെ ജീവിതത്തിലേക്ക്, വിജയത്തിലേക്ക് എത്തിച്ചതെന്ന്. യഥാർത്ഥത്തിൽ ഈശോയും നമുക്ക് നൽകുന്ന ആ വലിയ ടീച്ചറാണ്. ഈശോനെ ഗുരു എന്ന് വിളിക്കാറുണ്ട്, ഈശോയെ ടീച്ചർ എന്ന് വിളിക്കാറുണ്ട്, റബ്ബി എന്ന് വിളിക്കാറുണ്ട്. ആ ഈശോ നമുക്ക് നൽകിയ ആ ടീച്ചർ നമ്മളെ സ്നേഹിച്ചു, ആ ഗുരു നമ്മളെ സ്നേഹിച്ചു, ആ ഗുരു നമ്മളിലേക്ക് തന്നുവിട്ടു. ആ സ്നേഹം സ്വീകരിച്ച ശിഷ്യന്മാർ ആ ജീവിതം പ്രകാശിപ്പിക്കുകയാണ്. ആ ലൈറ്റിൽ നിന്ന് സ്വീകരിച്ചിട്ട് അവരെന്താ ചെയ്തത്? ദേശങ്ങളോളം സഞ്ചരിക്കുകയാണ്. ചില അവസരങ്ങളിൽ കൊടിയ മതപീഡനങ്ങൾ ഉണ്ടായപ്പോൾ ആ ലൈറ്റ് ഒന്നിങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അണഞ്ഞു പോയില്ല. അതിനും വലിയ ആക്രമണങ്ങൾ, ചിലത് ബലഹീനമായ ചിലരുടെയൊക്കെ കൈകളിൽ ഈ വെളിച്ചം എത്തിയപ്പോഴൊക്കെ വെളിച്ചം അണഞ്ഞു പോകുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വെളിച്ചം അണഞ്ഞു പോയിട്ടില്ല. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വെളിച്ചത്തിൻ്റെ വലിയ നാളങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ നിറഞ്ഞിരുന്നു. കാരണം ആ ഗുരു, ആ ടീച്ചർ അവരെ സ്നേഹിച്ചു. ആ സ്നേഹം അവർ ഉൾക്കൊണ്ടതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആ വ്യക്തികൾ വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനമായിട്ട് ഒരു കാര്യവും കൂടി പറയുകയാണ്. ഞങ്ങൾ കുറച്ച് പേര് കൂടി കാട് കാണാൻ പോയതാണ്. രാത്രിയായിപ്പോയി. പെട്ടെന്ന് വഴിതെറ്റിയതുപോലെ
കയ്യിൽ മൊബൈൽ ഒന്നും തെളിയുന്നില്ല, ആവശ്യത്തിന് വെളിച്ചമില്ല. എവിടെ എത്തുമെന്ന് ഇങ്ങനെ അമ്പരപ്പോടുകൂടി നിൽക്കുന്ന നിമിഷത്തിൽ ദൂരെ ഒരു കൊച്ചു വെളിച്ചം കാണുന്നുണ്ട്. അതിലേക്ക് നോക്കി നടന്നു. ഒരു വഴിപ്പാതയായിരിക്കുമെന്ന് മനസ്സിൽ ചിന്തിച്ചു. അവിടേക്ക് നടന്നെടുക്കും തോറും ആ വെളിച്ചത്തിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു. കുറച്ചെത്തിയപ്പോഴേക്കും മനസ്സിലായി അത് ഒരു റോഡിലാണ് എത്തിയതെന്ന്. ഞങ്ങൾക്ക് വെളിച്ചം ഞങ്ങളെ വഴികാട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ വെളിച്ചം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു വഴി തിരിച്ചു പിടിക്കാനായിട്ട് സഹായകമായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ വെളിച്ചത്തിൽ മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ളതും നമ്മൾക്ക് ലോകത്തോട് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് കുറച്ചുകൂടി അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് മാറാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. വചനജായ 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 വചനജായ